നമസ്കാരം. റാഫ്റ്റർ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഈ വിജയം മറ്റെല്ലാറ്റിനെയും മറികടക്കുന്ന ഒന്നാണ്. ലയണൽ സ്കലോനി ഇംഗ്ലണ്ടിനെതിരെയുള്ള അർജന്റീനയുടെ വിജയത്തിന് ശേഷം വളരെ വികാരഭരിതനായിട്ടാണ് കണ്ടത്. അദ്ദേഹം പറഞ്ഞു, വി ആർ യുണീക്ക്. ഈ കുട്ടികൾ, ഈ താരങ്ങൾ നമ്മളെ വിജയത്തിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു. എല്ലാറ്റിനെയും മറികടക്കുന്ന, ഇതിനു മുമ്പുള്ള എല്ലാ അനുഭവങ്ങളെയും മറികടക്കുന്ന ഒന്നാണിത്. അദ്ദേഹം പറഞ്ഞു, എനിക്ക് വാക്കുകളില്ല, സ്പീച്ച്ലെസ്. നമ്മുടെ രാജ്യത്തിന് ഒരു സന്തോഷമാണിത്, നമ്മുടെ ജനങ്ങൾക്കുള്ള സമ്മാനമാണിത്. ഇതിന് മുമ്പത്തെ ദിവസം ഞാൻ പറഞ്ഞിരുന്നു, ഈ ടീം എന്നെ ഒരിക്കലും അത്ഭുതപ്പെടുത്താതിരുന്നിട്ടില്ല എന്ന്. എല്ലാ കളികളിലും അവർ അത്ഭുതപ്പെടുത്തുകയാണ്. എൻ്റെ വാക്കുകൾ ഇടറുന്നുണ്ട്, കാരണം ഇത് ഒരുപാട് കാര്യങ്ങളുടെ ഒരു കൃത്യമായ ഡെമോൺസ്ട്രേഷനാണ്. എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം സമർപ്പിച്ചാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ടീം വർക്ക്, ബ്രദർഹുഡ്, ഒരിക്കലും വിട്ടുകൊടുക്കില്ല എന്ന മെൻറ്റാലിറ്റി, അവസാനം വരെയുള്ള പോരാട്ടം, ഇതെല്ലാം നമുക്കിതിൽ നിന്ന് കാണാൻ പറ്റും. ഇതിനുശേഷം ഇനി ഫൈനൽ കൂടി നമുക്ക് ജയിക്കേണ്ടതുണ്ട്. പക്ഷേ ഈ ടീം ഇനി എന്താണ് അധികം ചെയ്യേണ്ടത്? അവർ വളരെ വളരെ ശക്തമായിട്ട് എന്നെ പിടിച്ചുലച്ചിട്ടുണ്ട്. എൻ്റെ ഹൃദയത്തിൽ അവരിടം പിടിച്ചിട്ടുണ്ട്. എനിക്കധികമൊന്നും പറയാനില്ല. എല്ലാവരോടും നന്ദി മാത്രമേ എനിക്ക് പറയാനുള്ളൂ എന്നുകൂടി കോച്ച് പറയുന്നുണ്ട്. അതോടൊപ്പം അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. 2021 കോപ്പ അമേരിക്ക, 24 കോപ്പ അമേരിക്ക, 22 ഫൈനലിസിമ, 22 വേൾഡ് കപ്പ്, ഇതൊക്കെ നേടിക്കഴിഞ്ഞ കോച്ചാണല്ലോ. ഇനിയും ഒരു കളി വേൾഡ് കപ്പ് ഫൈനലിലേക്ക് കൂടി എത്തുമ്പോൾ എന്താണ് അദ്ദേഹത്തിൻ്റെ ഫീലിംഗ് ചോദിക്കും. അദ്ദേഹം പറയുന്നു, ഈ ജേഴ്സി ഉണ്ടല്ലോ, അർജന്റീനയുടെ ജേഴ്സി, അത് ഒന്നും ബാക്കി വെക്കാതെ സർവ്വം കളിക്കളത്തിൽ സമർപ്പിക്കാൻ നമ്മളെ നിർബന്ധിതമാക്കുന്ന ഒന്നാണ്. അത്ര വലിയ ഡിമാൻഡിങ് ആയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ കളിക്കാർ ഒരിക്കൽ കൂടി അവർ കളിക്കളത്തിൽ അത് കാണിച്ചു തരുന്നുമുണ്ട്. ആരും ഉത്തരവാദിത്വത്തിൽപ്പെട്ട് വല്ലാതെ വലഞ്ഞു പോകുന്നില്ല. അവരൊരു ട്രൂ വാരിയേഴ്സിനെ പോലെയാണ്. അവരുടെ കളി നമുക്ക് കാണുമ്പോൾ എന്താ തോന്നുന്നത്? ഒരു 7 വയസ്സുകാരൻ 8 വയസ്സുകാരൻ പന്ത് കളിക്കുന്ന പോലെ. അതായത് കളിയല്ലാതെ മറ്റൊന്നും മനസ്സിലില്ല. അങ്ങനെ കളിക്കുന്നതല്ലേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ടീം 1-0 പുറകെ പോയത് ഇംഗ്ലണ്ടിനെതിരെ, എന്നിട്ട് തിരികെ വന്നതിനെ കുറിച്ച് പറയുകയാണ്. ഈ ടീം എപ്പോഴാ പ്രഷർ ഉണ്ടാവുക, അപ്പോഴാ ഏറ്റവും നന്നായി കളിക്കുന്നത്. എപ്പോഴാ ചോര മണക്കുക, അപ്പോൾ അതിനായിട്ട് അവർ പോരാടും. ഞങ്ങൾ തോറ്റിരുന്നെങ്കിൽ പോലും ഞങ്ങൾ സന്തോഷവാന്മാരായിരിക്കും. കാരണം എന്താണെന്നറിയോ? ചെയ്യേണ്ടതെന്തോ അത് ചെയ്തിട്ടുണ്ട്, അവസാന നിമിഷം വരെ ചെയ്തിട്ടുണ്ട്. സോ ഞങ്ങൾ എന്ത് ചെയ്യണമോ അതാണ് കൃത്യമായി ചെയ്തത്. ഈജിപ്തിനെതിരെയുള്ള കളി കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചത് അതാണ് ഏറ്റവും മനോഹരമായ ഒരു പോരാട്ടം നടത്തി വിജയിച്ച കളി എന്ന്. പക്ഷേ ഇതിപ്പോൾ അതിനെയും മറികടന്നിരിക്കുകയാണ്. എതിരാളി ആരാണെന്നുള്ളതല്ല, ഇത് സെമി ഫൈനലാണ്. എനിക്കറിയില്ല ഇതിനു മുമ്പ് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ എന്നൊരു. പക്ഷേ ഡിയേഗോയുടെ ഗോള് നമുക്കറിയാലോ. 2ാമത്തെ ഗോൾ, ഇംഗ്ലണ്ടിനെതിരെയുള്ള 2ാമത്തെ ഗോൾ, 86 ഗോൾ, അത് ചരിത്രത്തിൽ ഇടം പിടിക്കും. പക്ഷേ ഈ പ്ലേയേഴ്സ് ഇപ്പോൾ കളിച്ചിട്ടുള്ള ഈ ഒരു ലെവലുണ്ടല്ലോ, ഇറ്റ് വാസ് ഇൻക്രെഡിബിൾ എന്ന് തന്നെ സ്കലോനി പറയുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റർ എത്താം.